ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഴയ സ്വിച്ച് ബോർഡുകൾ, അതായത് ചതൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ച് മാറ്റിയതിന് ശേഷം പുതിയ മോഡുലാർ ടൈപ്പ് സ്വിച്ച് എങ്ങനെ കൊടുക്കാമെന്നും, അപ്പോൾ നമ്മൾ പഴയ ബോക്സ് പൊളിക്കുന്ന സമയത്ത് എത്ര സ്വിച്ച് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ പുതിയ മോഡലിൽ എത്ര എണ്ണി കറക്റ്റായിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് നമ്മൾ പുതിയ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ സ്വിച്ച് ബോർഡ് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്വിച്ച് ഒരുപാട് സ്വിച്ചും അതുപോലെ പ്ലഗ് അതുപോലെ തന്നെ നമ്മുടെ റെഗുലേറ്റർ ഇതെല്ലാം ഒരുപാട് പഴകി കഴിഞ്ഞ സമയത്ത് ഇത് കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങി. പതുക്കെ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങി. ചില സ്വിച്ചുകൾ ഓണായ സമയത്ത് ഓൺ പൊസിഷനിലായി കഴിഞ്ഞാൽ തിരിച്ച് ഓഫ് ആവില്ല. ചില സ്വിച്ചുകൾ സ്റ്റക്കായിരിക്കുന്നു. പിന്നെ റെഗുലേറ്റർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചതിൽ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ സ്വിച്ചുകളെല്ലാം തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആക്കി കളയുന്നു. പിന്നെ ഈർപ്പം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഷോക്കിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈർപ്പം കാര്യം നിങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ട, ഈ ബോർഡ് ഫുള്ളായിട്ട് ഇരുന്നത് ചതലിലാണ് ഇരുന്നത്. അതായത് മരത്തിൻ്റെ ബോക്സാണ് ഇതിൻ്റെ ബാക്കിലിരുന്ന് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന തേക്കിൻ്റെ മരത്തിൻ്റെ ബോക്സാണ്. അപ്പോൾ ചതൽ കാര്യങ്ങൾ മരം ആയതുകൊണ്ട് ചതൽ തിന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. ചെറിയൊരു നനവുണ്ടെങ്കിൽ പോലും മരം ചതൽ തിന്ന് പതുക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി നമ്മൾ പുതിയ മോഡൽ മെറ്റൽ ബോക്സ് SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സാണ് വയ്ക്കുന്നത്. അതിന് മുന്നേ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വിച്ച് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ്. ഏകദേശം ഒരു 90% കംപ്ലൈൻറ്റ്സ് കുറവുള്ള മോഡൽ സ്വിച്ചാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വെച്ച് കൊടുക്കാം. അതായത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗോൾഡ് മെഡലിൻ്റെ പല മോഡൽ സ്വിച്ചുകൾ വരുന്നുണ്ടെങ്കിലും, എയർ അങ്ങനെ പല മോഡലുകൾ വരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കർവ് എന്ന മോഡലാണ്. കർവ് എന്ന മോഡൽ കുറച്ചുകൂടി കംപ്ലൈൻറ്റ്സ് നല്ല രീതിയിൽ കുറവുള്ള മോഡലാണ്. ഈ റെഗുലേറ്റർ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്. ഏകദേശം സെയിം സൈസിൽ തന്നെയാണ് വരുന്നത്. 2 മോഡ്യൂൾ റെഗുലേറ്ററാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് 1 വേ സ്വിച്ചാണ് വരുന്നത്. 1 വേ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്വിച്ചാണ്. ആദ്യമേ തന്നെ സ്വിച്ചുകൾ കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര സ്വിച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും എത്ര രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ട് വേണം നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് അഴിക്കുന്ന സമയത്ത് ആ സ്വിച്ച് ബോർഡ് എത്ര മോഡ്യൂളുടെ സ്വിച്ച് ബോർഡാണെന്ന് കറക്റ്റ് ചെയ്ത് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ ഈ ബോക്സ് നമുക്ക് എത്ര മോഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഒരു മോഡ്യൂൾ, ഒരു പ്ലഗ് പറയുന്നത് 2 മോഡ്യൂൾ. അപ്പോൾ അതെല്ലാം തന്നെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 പ്ലഗ് വരുമ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 പിന്നെ റെഗുലേറ്ററും കൂട്ടി 16, 17 അങ്ങനെ 17 മോഡ്യൂളാണ് ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 17 മോഡ്യൂളിൻ്റെ സ്വിച്ച് മൊത്തം നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു പ്ലഗ് എന്ന് പറയുന്നത് 2 മോഡ്യൂൾ, ഒരു റെഗുലേറ്റർ എന്ന് പറയുന്നത് 2 മോഡ്യൂൾ, ഒരു സ്വിച്ച് എന്ന് പറയുന്നത് 1 മോഡ്യൂൾ. അപ്പോൾ 17 സ്വിച്ച് വരുന്നതുകൊണ്ട് നമ്മളത് മാറ്റിയതിന് ശേഷം 18 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. 18 മോഡ്യൂളിൻ്റെ ഡയറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ സ്വിച്ചുകളെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഈ റെഗുലേറ്ററിന് പകരമായിട്ട് റെഗുലേറ്റർ വയ്ക്കുന്നു. പിന്നെ പ്ലഗിനും പകരം പ്ലഗ് വയ്ക്കുന്നു. ബാക്കി എല്ലാ സ്വിച്ചുകളും വയ്ക്കുന്നു. പിന്നെ 2 വേ സ്വിച്ചുകൾ ഇതിൻ്റെ അകത്ത് 3-4 കാണുന്നുണ്ട്. കണ്ട ഡോട്ട് കാണുന്നുണ്ട്. ആ കാണുന്നതെല്ലാം 2 വേ സ്വിച്ചുകളാണ്. അപ്പോൾ ആ 2 വേ സ്വിച്ചിനും പകരമായിട്ട് 2 വേ സ്വിച്ചുകൾ കൊടുക്കുന്നു. ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ബോർഡ് എത്ര മോഡ്യൂളാണ് വെക്കേണ്ടത് നമ്മൾ സ്വിച്ചുകൾ എണ്ണി കറക്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിലേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടോട്ടൽ എത്ര സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ സെക്ഷനിൽ മുകളിൽ 4 സ്വിച്ച്, താഴത്തെ സെക്ഷനിൽ 4 സ്വിച്ച്, താഴത്തെ സെക്ഷനിൽ 4 സ്വിച്ച്. അപ്പോൾ 4, 3, 12 സ്വിച്ച്. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. 12 സ്വിച്ച് നമ്മളോട് 2, 4, 6, 8, 10, 12 സ്വിച്ചുകൾ. 1 വേ സ്വിച്ചുകൾ മാത്രം, 2 വേ സ്വിച്ചും കൂടി ഉൾപ്പെടെ 12 സ്വിച്ച്. പിന്നെ ഏറ്റവും മുകളിൽ റെഗുലേറ്റർ കൂട്ടുന്ന സമയത്ത് 2 മോഡ്യൂളായിട്ട് കൂട്ടും. അപ്പോൾ 12, 2, 14 വരും. പിന്നെ ഏറ്റവും താഴെ നമ്മളൊരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്ലഗ് അപ്പോൾ 14, 2, 16. പിന്നെ ഒരു സെൻറ്ററിൽ നിങ്ങൾ കാണുന്ന ഒരു DP സ്വിച്ച്, AC ഒക്കെ കൊടുക്കുന്ന സമയത്ത് 32 ആംസിൻ്റെ പോലത്തെ ഒരു DP സ്വിച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ 14 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 സ്വിച്ച്, പിന്നെ ഒരു പ്ലഗ് വരുന്ന സമയത്ത് 14 വന്നു, റെഗുലേറ്റർ വരുന്ന സമയത്ത് 16 വന്നു, പിന്നെ ഒരു AC-യുടെ സ്വിച്ച് പോലത്തെ DP സ്വിച്ച് വരുന്നത് നമ്മൾ 16, 18. അങ്ങനെ ടോട്ടൽ 18 സ്വിച്ചുകൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ DP സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണെന്ന് പറയാൻ കറക്റ്റായിട്ട്. നമുക്ക് ടി വിയുടെ ഓപ്ഷനിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടിവിയുടെ ഏരിയയിൽ നമ്മൾ ടിവിയുടെ അടുത്ത് ചെന്ന് സ്വിച്ച് ഇടണമെങ്കിലും നല്ലത് എല്ലാ സ്വിച്ചുകളും നമ്മൾ ഒറ്റ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യുക. കാരണം അതിന് ടിവിയുടെ ഏരിയയിൽ വരുന്നത് TV, സെറ്റ് ടോപ്പ് ബോക്സ്, പിന്നെ അതുപോലെ
അതുപോലെ തന്നെ ഹോം തിയേറ്റർ ഉണ്ട്, ഹോം തിയേറ്റർ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 32 ആംസിൻ്റെ 32 ആംസിൻ്റെ നമ്മളൊരു ഡി പി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡി പി സ്വിച്ചിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രും ഫേസുമാണ് കട്ടാവുന്നത്. അത്യാവശ്യം ഇടിവെട്ട് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നതിനും നമ്മൾ വീട്ടിലില്ലെങ്കിൽ കൂടിയും ടി വി ഓഫ് ചെയ്തിടേണ്ട ആവശ്യം, ഊരിയിടേണ്ട ആവശ്യം വരുന്നില്ല ഡി പി സ്വിച്ച് ആണെങ്കിൽ. ഡി പി സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡി പി സ്വിച്ച് നമുക്ക് ടി വിയുടെ ഏരിയയിൽ കണക്ട് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ടി വിയുടെ ഏരിയയൊക്കെ കണക്ട് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ മോഡൽ സ്വിച്ച് നമുക്ക് അതിൽ നിന്ന് ചതിൽ കാര്യങ്ങൾ പിടിച്ചതുകൊണ്ട് നമ്മളത് മാറ്റി കളഞ്ഞതിന് ശേഷം പുതിയ മോഡൽ സ്വിച്ചുകളാണ് കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പഴയ മോഡൽ സ്വിച്ചുകളുടെ മുകളിൽ തന്നെ നിങ്ങൾ ഈ പൂപ്പൽ പോലെ കാണുന്നുണ്ടാവും. ഈ പൂപ്പൽ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി കളയാനുള്ള ചാൻസസ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് മാറ്റി കളഞ്ഞ് കറക്റ്റായിട്ട് എത്രയാണെന്ന് 2 വേ സ്വിച്ചുകൾ ഏതൊക്കെയാണെന്നും 1 വേ സ്വിച്ചുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റ് മാറ്റി എത്ര മോഡുകളാണ് വേണ്ടതെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇത് മാറ്റി വെക്കുന്ന സമയത്ത് ഈ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ്, അതായത് ആ ബോക്സ് ഫുൾ കുത്തിപ്പൊളിച്ച് മാറ്റിയതിന് ശേഷം നമ്മളവിടെ പുതിയ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് തുരുമ്പൊടിക്കുന്നൊന്നും പേടി വേണ്ട, ചെതിൽ അതിൻ്റെ അകത്ത് കയറുമെന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോക്സ് ഉറപ്പിക്കുന്ന സമയത്ത് ബോക്സിൻ്റെ 4 പാടും നന്നായിട്ട് സിമൻറ്റ് വെച്ച് ടൈറ്റ് ചെയ്യണം. സിമൻറ്റ് വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചെതിൽ കാര്യങ്ങളൊന്നും കയറാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ കണ്ട രീതിയിലുള്ള ചെതലിൻ്റെ ശല്യം നമ്മുടെ സ്വിച്ച് ബോർഡുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പുതിയ ഇതുപോലുള്ള ന്യൂ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി, നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, മറക്കാതിരിക്കുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.